മറക്കാനാകാത്ത ഒരു നടി തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട സുചിത്രയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ വൈറലാകാറുള്ളത്. ഇപ്പോഴിതാ സുചിത്ര തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം ലവ്ലീസ് എന്ന് പറയുന്ന പഴയ നടിമാരുടെ കൂട്ടായ്മയിൽ ഒത്തുചേരാൻ എത്തിയിരിക്കുകയായിരുന്നു സുചിത്ര. എന്നാൽ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കും ഇപ്പോൾ സർപ്രൈസ് നൽകിയിരിക്കുകയാണ് സുചിത്ര. എപ്പോൾ നാട്ടിൽ വന്നാലും എന്നെ വന്ന് കാണണമെന്ന് സുരേഷ് ഗോപി എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ് സുചിത്ര ഓർത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. സുരേഷ് ഗോപിയുടെ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലാൻ തനിക്ക് അനുവാദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ അവിടെ എത്തിയത്. തന്നെ അത്രമാത്രം സന്തോഷത്തോടെ രണ്ടുപേരും സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ തന്നെ എനിക്കും വളരെയധികം സന്തോഷമായി. എന്തുമാത്രമാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്ര സ്നേഹമായിരുന്നു ആ വീടിനുള്ളിൽ കയറിയപ്പോൾ. എൻ്റെ സുരേഷ് ഏട്ടനും രാധിക ചേച്ചിയും എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നതെന്ന് പറയുന്നു. ലവ്ലീസ് ഓഫ് ട്രിവാൻഡ്രം ഗ്രൂപ്പിൻ്റെ ഒത്തുചേരലിലാണ് സുചിത്ര പങ്കെടുത്തിരിക്കുന്നത്. ഇതാദ്യമായാണ് സുചിത്ര ഇവിടേക്ക് എത്തുന്നത്. ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും മുൻപൊന്നും തന്നെ സുചിത്രയ്ക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളും യാത്രാ കാര്യങ്ങളുമൊക്കെയാണ് കാര്യം. മേനക സുരേഷ്, കാർത്തിക, ശ്രീലക്ഷ്മി, ചിപ്പി, സൂന നായർ, വനിതാ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പം ചിത്രങ്ങളും വീഡിയോയും മുൻപ് വൈറലായിരുന്നു. ഇതാദ്യമായാണ് ഈ ഗ്രൂപ്പിലേക്ക് സുചിത്ര വന്നതെന്നാണ് മേനക പറയുന്നത്. നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ എല്ലാവരും ആഘോഷമാക്കി മാറ്റുകയായിരുന്നുവെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. എല്ലാവരെയും ഒന്നിച്ചു കണ്ടതിൻ്റെ സന്തോഷം ആരാധകരും പങ്കുവയ്ക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെയും രാധികയും കണ്ടതിൻ്റെ സന്തോഷമാണ് സുചിത്ര ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നൊസ്റ്റാൾജിയും ആരാധനയും ഒക്കെയായി പറഞ്ഞിരിക്കുകയാണ് സന്തോഷം. പഴയ കാലത്തെ ഓർമ്മകളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നു സുരേഷ് ഏട്ട എന്നാണ് കുറിച്ചിരിക്കുന്നത്. ആരാധകർക്കും അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ആരാധകരും അത് തന്നെയാണ് പറയുന്നത്. അന്നത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വഴിയെ തന്നെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്നാണ് താരം തന്നെ കുറിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച് തന്നെയാണ് സുചിത്ര ആ ചിത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചത്. ബന്ധം പുതുക്കാനുള്ള നിമിഷമായി തന്നെ ഞാനിതിനെ കാണുന്നുവെന്നാണ് സുചിത്ര എഴുതിയത്. സുചിത്രയുടെ എഴുത്തിൽ തന്നെ സുചിത്രയ്ക്ക് ആ വീടും പരിസരവും എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. അന്ന് കുട്ടികളൊക്കെ ചെറുതാണ്. ഇന്ന് കുട്ടികൾ ആരും വീട്ടിലില്ല. രാധിക ചേച്ചിയും സുരേഷ് ഗോപി ചേട്ടനും മാത്രമാണ് ഉള്ളത്. സുരേഷ് ചേട്ടനോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും തീരില്ല. കണ്ട മാത്രമേ എന്നെ രാധിക ചേച്ചി കെട്ടിപ്പിടിച്ചു. ഞാൻ വരുമെന്ന് പറഞ്ഞില്ല. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ വിഭവങ്ങൾ ഒരുക്കിയേനെ. അതൊന്നും കഴിക്കാൻ എനിക്ക് വയ്യ. സ്നേഹം കൊണ്ട് മൂടും സുരേഷ് ഏട്ടൻ. അതുകൊണ്ടാണ് ഞാൻ പറയാതെ വന്നത്. പറയാതെ വരുന്നതിനും ഒരു ഭംഗിയുണ്ടല്ലോ. ആ ഭംഗി തന്നെ ആകട്ടെ എന്നാണ് കരുതിയത്. എന്നാൽ എന്നെ അവിടെ വയറ് നിറപ്പിച്ചിട്ടാണ് അവർ വിട്ടത്. അവർക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവർ എന്നെ സ്വീകരിക്കാനിരുന്നത് പോലെ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അവരുടെ പരിണാമത്തിൽ നിന്നും അവരെ അത്തരമൊരു വിശിഷ്ട സ്ഥാനത്തേക്ക് നയിച്ച തിരഞ്ഞെടുപ്പുകളിൽ നിന്നും പഠിക്കുക കൂടിയാണ് എന്നാണ് നിമിഷ നേരം കൊണ്ട് സുചിത്രയുടെ കുറിപ്പും ഇപ്പോൾ വൈറൽ ചിത്രവും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ സന്തോഷം തന്നെയാണ് നടി സുചിത്ര ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.